ശബരിമല യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം തിരുത്താൻ തിരക്കിട്ട നീക്കങ്ങൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുകയാണ് ദേവസ്വം ബോർഡ്. അയ്യപ്പ സംഗമത്തിന് മുന്നേ തീരുമാനത്തിലെത്താനാണ് ശ്രമം. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF സഹകരിച്ചേക്കില്ല, നിലപാട് ഇന്ന് പ്രഖ്യാപിക്കും. ടി വി പ്രസാദ് ഉണ്ട് വിശദാംശങ്ങളുമായി. ടി വി പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വിശ്വാസികൾക്കൊപ്പമുള്ളൊരു നിലപാടിലേക്ക് തന്നെ സത്യവാങ്മൂലം തിരുത്താനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഒരു പക്ഷത്ത് നടക്കുന്നു. പക്ഷേ UDF തുടക്കം തൊട്ട് ഉറച്ചു നിന്ന് അതേ നിലപാടിൽ തന്നെയാണ്. UDF അതൊരു രാഷ്ട്രീയ വോട്ട് ബാങ്ക് മാത്രമാണ് CPM-ന്റേതെന്നുള്ളൊരു വാദമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നിലപാട് പറയുമല്ലേ UDF? ഗുഡ് മോർണിംഗ് ആര്യ, കീർത്തന. നിങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് UDF നിലപാട് പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ആഗോള അയ്യപ്പ സംഘവുമായി പൂർണ്ണമായി സഹകരിക്കാതിരിക്കാൻ UDF-ന് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPIM-ന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനമായും UDF-ന്റെ ഒരു അടവ് നയം. ആദ്യം ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകളെല്ലാം തീർത്തിട്ട് വരൂ എന്ന നിലയിലുള്ള ഒരു പ്രതികരണത്തിലായിരിക്കും സാധ്യത. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ധാരാളം ആയിരക്കണക്കിന് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ യുവതീ പ്രവേശനമാകാം എന്ന് പറയുന്ന സത്യവാങ്മൂലം, ആ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക, അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം എന്ന നിലപാടായിരിക്കാം ഇന്നിപ്പോൾ UDF പ്രഖ്യാപിക്കുക. എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തെ കണ്ണും പൂട്ടി അനുകൂലിക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ അതിൽ പങ്കെടുക്കും എന്ന് പറയേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് UDF ഇന്നലെ എത്തിയത് എന്നുള്ളതാണ് സൂചന. ഇനിയിപ്പോൾ നിലപാട് പ്രഖ്യാപിക്കുമ്പോഴാണ് അതിലെ കൂടുതൽ വ്യക്തതകൾ മനസ്സിലാകൂ. അതിൻ്റെ ഒരു സൂചന ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് കന്റോൺമെന്റ് ഹൗസിൽ നേരിട്ടെത്തി പ്രതിപക്ഷ നേതാവിനെ കണ്ട് ക്ഷണിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് PS പ്രശാന്തിനെ കാണാൻ പോലും കൂട്ടാക്കിയില്ല എന്നുള്ളത് അതൊരു UDF തീരുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ട് വേണം കരുതാൻ. കാരണം ഈ പരിപാടിയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രക്ഷാധികാരിയായി നിശ്ചയിച്ചിരുന്നു. അങ്ങനെ രക്ഷാധികാരിയായി നിശ്ചയിക്കുന്ന സമയത്ത് അത് തൻ്റെ അനുവാദമില്ലാതെയാണ് അത് ചെയ്തത് എന്ന നീരസം അത് VD സതീശനുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സർക്കാർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് 2019 സംഭവ വികാസങ്ങളെ മറികടക്കാൻ, വിശ്വാസികളെ കൂടെ നിർത്താൻ CPIM-ഉം സർക്കാരും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിയായി അയ്യപ്പ സംഗമത്തെ കാണണം. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും തീർച്ചയായും അത് CPIM-ന്റെയും സർക്കാരിൻ്റെയും നയത്തിൻ്റെ ഭാഗമായാണ്. അതിന് പിന്തുണ NSS-ന്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ SNDP-യുടെ പിന്തുണയും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. പ്രത്യേകിച്ച് അതിൽ എന്ത് നിലപാടെടുക്കും എന്ന് പോലും പറയാൻ പറ്റാത്ത നിലയിലേക്ക് UDF-ഉം BJP-യും മാറുന്നു എന്നുള്ളതാണ് ആര്യ, കീർത്തന.